നായർ ജോലി അന്വേഷിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് പോവുകയും അവിടെ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ പ്രാണേഷ് കുമാർ സ്നേഹത്തിലാവുകയും ചെയ്തു. അങ്ങനെ സ്നേഹത്തിലായി അവർ തമ്മിൽ വിവാഹവും കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം പ്രാണേഷ് കുമാർ ജാവേദ് ഷെയ്ഖായി തീരുകയും ചെയ്തു. കഴിഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ, ശ്രീ തങ്കപ്പൻ നായരുടെ വീട്ടിൽ പോയപ്പോൾ ഒരു കെട്ട് കത്തുകൾ, അദ്ദേഹം എഴുതിയ കത്തുകളൊക്കെ ഞാൻ ഇരുന്ന് കുറെ മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ കത്തുകളൊക്കെ ഞാൻ വായിച്ചു. ഈ കത്തുകളെല്ലാം എഴുതിയത് പ്രാണേഷ് കുമാർ തന്റെ അച്ഛൻ എഴുതിയ കത്തുകളാണ്. അദ്ദേഹം എഴുതിയ കത്തുകളാണ്. എത്രയോ പേര് പിതാക്കന്മാരായിരിക്കും നമ്മളുടെ വീട്ടിലെ കത്തുകൾ എഴുതും. അദ്ദേഹത്തിന്റെ കത്തുകൾ വായിച്ചപ്പോൾ എന്നെ വളരെയധികം, ഹൃദയത്തെ വളരെയധികം എന്നെ പ്രചോദനം നൽകി. അത്ര സുന്ദരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത കഥ, ഒരു മകൻ അച്ഛനോട് ഇത്ര നീണ്ട കത്തുകൾ എഴുതുമല്ലോ എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. ആ മകൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഇഷ്റത്ത് ജഹാൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് നാട്ടിൽ വരികയും, നാട്ടിൽ വന്നത് കാർ ഓടിച്ചാണ് അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക്, ഞങ്ങളുടെ കായംകുളത്തേക്ക് വന്നത്, നൂറിനാട്ടിലേക്ക് വന്നത്. നൂറിനാട്ട് വന്ന് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ മകന് വേണ്ടി ഒരു ചെറിയ ചാക്കിനകത്ത് തേങ്ങ പിരിച്ച് തേങ്ങ അതിനകത്ത് വെച്ചിരുന്നു. അങ്ങനെ കാറുമായിട്ട് അദ്ദേഹത്തെ അയച്ചു. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജാവേദ് ഷെയ്ഖ് കൊല്ലപ്പെട്ട് ഇഷ്റത്ത് ജഹാനുമായിട്ട് മൂന്ന് ബോഡി റോഡിൽ കിടക്കുന്നതായിട്ടാണ് പത്രങ്ങളിൽ വന്നത്. അന്നത്തെ പോലീസ്, ഗുജറാത്തിലെ പോലീസ് വണ്ടി ഇദ്ദേഹം കാണിച്ചിട്ട് ചാക്ക് കെട്ട് കാണിച്ചു. അതിന്റെ ഫോട്ടോയും പത്രത്തിലുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് നോക്കിയാൽ ആ ചാക്ക് കെട്ട് കാണാൻ കഴിയും. അതിൽ അന്ന് പോലീസ് വർണ്ണിച്ചത് ഈ തേങ്ങയെ ബോംബുകളായിട്ടാണ് ചിത്രീകരിച്ചത്. അത് ബോംബല്ല, വെറും തേങ്ങ ആയിരുന്നു എന്ന് ശരിയായിട്ട് ഒന്ന് ബ്ലോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പത്രങ്ങൾ അതൊക്കെ മുഴുവനായിട്ട് വിഴുങ്ങി. അതായത് ഇന്ന് പത്രപ്രവർത്തനത്തെ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ പോലീസ് അതിനെ അശ്വസിക്കുക, അത് വിശ്വസിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതുക. ശ്രീ തങ്കപ്പൻ നായര് കഴിഞ്ഞ 13 വർഷമായിട്ട് തന്റെ മകന് വേണ്ടി നിരന്തരമായിട്ട് നിയമയുദ്ധം നടത്തുകയാണ്. അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്ന് പല പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് NSS 100 വർഷത്തിന് മുമ്പ് NSS നായർ സർവീസ് സൊസൈറ്റി ആദ്യ യോഗം ചേരുന്നത് ശ്രീ തങ്കപ്പൻ നായരുടെ കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽപ്പെട്ട ശ്രീ തങ്കപ്പൻ നായർ ഇന്ന് കഴിഞ്ഞ 13 വർഷമായിട്ട് തന്റെ മകന് നീതി ലഭിക്കണമേ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ടെലിവിഷന്റെ മുമ്പിൽ ചെലവഴിക്കുകയാണ്. കേസുകൾക്ക് വേണ്ടി അദ്ദേഹം മിക്കവാറും അഹമ്മദാബാദിലും അവിടെ ഇവിടെയൊക്കെ പോകും. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രയാസങ്ങളോ ഒന്നും ഇന്ത്യയിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതേസമയം ഈ തേങ്ങയെ ബോംബായിട്ട് ചിത്രീകരിച്ച നേതാക്കൾ ഇന്ന് ഭരണത്തിലിരിക്കുകയാണ്. ആ തേങ്ങയെ ബോംബാക്കിയ ആൾക്കാർ ഇന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുകയാണ്. അവരുടെ കള്ളത്തരം പുറത്തു കൊണ്ടിരുന്നില്ല. അവരെ സഹായിച്ചവരെ ഗവർണറാക്കുകയാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് പത്രപ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. പത്രപ്രവർത്തകർക്ക് നേരിടുന്ന പല അത് എന്നെ സംബന്ധിച്ചാണെന്നത് സത്യമെന്ന് വിളിച്ചു പറയാനുള്ള കഴിവ് പത്രത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുമ്പൊരു സുഹൃത്ത് പറയുകയുണ്ടായി, അതായത് പത്രത്തിൽ ലോക്കൽ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിമർശിച്ചെഴുതാൻ പറ്റുമോ എന്ന്. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഞങ്ങളുടെ കായംകുളം പ്രദേശത്ത് ഒരു വലിയൊരു ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന്റെ ഹോട്ടലിലെ അഴുക്കെല്ലാം കൂടെ ഓടയിലേക്ക് തള്ളി ആൾക്കാർ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹം അതെല്ലാം കൂടെ വാരിക്കൂട്ടി മറ്റു കടകളുടെ മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോൾ അതിനെതിരെ ഏതാനും ആൾക്കാർ പ്രതികരിച്ചു. ഞാനും മറ്റൊരു സുഹൃത്തുക്കളും കൂടി പല എല്ലാ മീഡിയക്കാരെയും ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 1-2 പത്രങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഒരു കടയെന്നുള്ളത് ഒരു പ്ലൂറലായിട്ട് ഈ കഥ എഴുതി. അതായത് കച്ചവടക്കാരൊക്കെ മാലിന്യം ഇവിടെ കൊണ്ട് തട്ടുന്നു എന്ന ഒരു രീതിയിൽ വളരെ വളരെ ജനറലൈസ് ചെയ്ത ചില റിപ്പോർട്ടുകളാണ് പത്രത്തിൽ വന്നത്. കാരണം എന്തെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ ഹോട്ടലിലെ പൊറോട്ട കഴിക്കുന്നവരാണ് അവിടുത്തെ പോലീസുകാർ. ആ ഹോട്ടലിലെ പൊറോട്ടയും ഇറച്ചിയും കഴിക്കുന്നവരാണ് അവിടുത്തെ മുനിസിപ്പൽ അതോറിറ്റീസ്. അതുകൊണ്ട് ആണ് അങ്ങനെ ആ വാർത്ത തമസ്കരിക്കപ്പെട്ടത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മീഡിയയുടെ റോൾ എന്താണ്? ഒരു കാലത്ത് മീഡിയയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആൾക്കാരെ ബോധവൽക്കരിക്കുക, ആൾക്കാരെ വിദ്യാഭ്യാസം കൊടുക്കുക, ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു കടമയായിരുന്നു. ഇന്ന് പത്രത്തിന്റെ പ്രധാന ധർമ്മമായിട്ട് കരുതുന്നത് ആൾക്കാരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും, എങ്ങനെ എന്റർടൈൻ ചെയ്യാൻ കഴിയും,
ഞാൻ ഒരു ചെറിയ കഥ ഓർത്തു പോവുകയാണ്. ഏതാനും ഒരു കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന്റെ ഒരു ലേഖകൻ പഞ്ചാബിൽ വരികയും അദ്ദേഹത്തോട് ചാണ്ടിഗഡിൽ അദ്ദേഹം എത്തി. ചാണ്ടിഗഡിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഒരു ഗോപാലൻ, അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് ഹരിയാനയിൽ, ഒരു ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം കേട്ടു. അദ്ദേഹം വിചാരിച്ചു ഗോപാലൻ മലയാളി ആയിരിക്കും, അപ്പൊ അദ്ദേഹത്തെ കാണാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. കാറടുത്ത് നേരിട്ട് ആ മണ്ഡലത്തിൽ പോയി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ പേര് ഗോപാലൻ എന്നാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് മലയാളവുമായിട്ടോ കേരളവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പത്രലേഖകൻ അവിടെയൊക്കെ കറങ്ങി നടന്നു. അന്ന് ഹരിയാനയിലെ മുഖ്യമന്ത്രി ചൌത്താലയാണ്. ചൌത്താലയുടെ മുഖ്യമന്ത്രിയുടെ വീടിന്റെ പടിക്കൽ ഒരു മലയാളി കാവൽ നിൽക്കുകയാണ്. ഒരു പോലീസുകാരൻ, ഒരു CRPF-കാരൻ, ശീതത്തോടുകാരൻ, ഒരു മലയാളി തോക്കും പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ. അപ്പോൾ പത്രക്കാരന് വളരെ സന്തോഷം, നല്ലൊരു വാർത്ത കിട്ടിയല്ലോ. അദ്ദേഹത്തിന് നല്ലൊരു ഫോട്ടോ എടുത്തു. അതായത് പാറാവുകാരൻ മലയാളി ഹരിയാന മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നു എന്ന രീതിയിൽ ഒരു ചിത്രമെടുത്തിട്ട് അദ്ദേഹത്തെ പോലീസുകാരനെ കുറിച്ച് നല്ലൊരു വാർത്ത ആ പത്രത്തിലെ മെയിൻ ചിത്രമായിട്ട് തന്നെ പിറ്റേ ദിവസം വരികയുണ്ടായി. ഈ പത്രവും ഈ വാർത്തയും ഹരിയാനയിലെ ഇലക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പക്ഷെ വായിക്കുന്നവർക്ക് വളരെ രസം തോന്നും, ഹരിയാന മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു മലയാളിയാണല്ലോ എന്ന്. പക്ഷെ ഇതും അർത്ഥവുമില്ല. ഒരു ഡ്യൂട്ടി കഴിയുമ്പോൾ അത് ഹരിയാനക്കാരനായിരിക്കാം, ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു രാജസ്ഥാൻകാരനായിരിക്കാം. പക്ഷെ ഈ പത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം, എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മലയാളി വാർത്ത കിട്ടി എന്നുള്ള സന്തോഷമാണ് അവിടെ അദ്ദേഹത്തിന് തോന്നിയത്. ഇന്ന് പത്രപ്രവർത്തനം ഒരു വൻ വ്യവസായമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ, അതായത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയും മീഡിയ ഇൻഡസ്ട്രിയും കൂടി ഏകദേശം $14 ആസ്തിയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി ഒരു കാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അത് കാശുണ്ടാക്കുന്ന ഒരു വ്യവസായമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനിടയിൽ പത്രധർമ്മത്തിന് വലിയ അർത്ഥമൊന്നുമില്ലാതെ ആയിത്തീരുകയാണ്. പത്രധർമ്മത്തിന് വലിയ അർത്ഥമില്ലാതെയും പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു പത്ര പ്രവർത്തന രീതിയാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു? സത്യം പലപ്പോഴും മൂടപ്പെടുന്നു. ഇപ്പോൾ ഭരണം ഭരിക്കുന്ന ആൾക്കാരുണ്ട്. എഴുതാനായിട്ട് പത്രപ്രവർത്തകർ ഇന്ന് വളരെ താല്പര്യം കാണിക്കുകയാണ്. സത്യം മൂടിവെക്കാൻ അവര് ഇന്ന് യാതൊരു പ്രയാസവുമില്ലാതെ വരികയാണ്. എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു പത്രപ്രവർത്തകൻ ധർമ്മം ന്യൂട്രൽ ആയിരിക്കണം. ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ ചായാതെ ന്യൂട്രലായിട്ട് പത്രപ്രവർത്തനം നടത്തും എന്നാണ് പലരും സംവിധായകരെ ശബ്ദമുയർത്താനും ശരിക്ക് വേണ്ടി വാദിക്കാനും ഒരു പത്രപ്രവർത്തനം കഴിയുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പത്രധർമ്മം ശരിയായിട്ട് പുലർത്തുവാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1988 ബീഹാറിലെ ഹസാരിബാഗില് ഇവിടെ അതായത് 50% മുസ്ലിങ്ങളും 50% ഹിന്ദുക്കളും ഈ വർഗീയ ലഹളയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും വിശദമായിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോഴാണ് യഥാർത്ഥമായ ഒരു സത്യം. അവിടെ കുറച്ച് കേന്ദ്ര ഹിന്ദുക്കളുടെ വീടുകൾ നശിച്ചില്ലുവാനും ഈ മുസ്ലിങ്ങളുടെ വീടുകൾ അവിടെ നശിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം അന്ന് 5000-6000 പേര് പോലീസിൽ കസ്റ്റഡിയിലുമായി. ഈ 6000 പേരുടെ ഒരു മജോറിറ്റിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഹസാരിബാഗ് മണ്ഡലം, അന്ന് ഹസാരിബാഗ് മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്തിരുന്നത് ഒരു മുസ്ലിം അംഗമാണ്. അദ്ദേഹം അന്നത്തെ ജഗന്നാഥ് മിശ്ര ഗവൺമെന്റിലെ ഒരു മന്ത്രിയുമായിരുന്നു. അൻസാരി എന്നാണ് ഈ മന്ത്രിയുടെ പേര്. ഈ മണ്ഡലത്തിലെ ഒരു മുസ്ലിം മജോറിറ്റി മണ്ഡലമല്ല ഇത് ഹിന്ദു മജോറിറ്റി മണ്ഡലമാണ്. പക്ഷേ അൻസാരി സാബ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ വർഷങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് സുഖമായിട്ട് ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. കാര്യം അൻസാരി സാബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജനങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു അൻസാരി സാബ്. അന്ന് രാത്രി ഞാൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഏകദേശം 12 മണിയോടുകൂടി
അൻസാരിയുടെ വീട്ടിലേക്ക് ഞാൻ പോയി. അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം ഇതാണ്: ഈ കമ്മ്യൂണൽ റൈറ്റ്, ഈ വർഗീയ ലഹള സ്ഥാപിച്ചതും സംഘടിപ്പിച്ചതും എല്ലാം നമ്മുടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണ് ഈ സംഭവം അവിടെ ഉണ്ടാക്കിയത് എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് അൻസാരിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്: ഇനിയും എനിക്ക് ഈ ഇലക്ഷൻ ഇവിടെ നിന്ന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലഹള ഉണ്ടാക്കിയത്. ഞാൻ ഈ ലഹളയിൽ എന്തുകൊണ്ട് എനിക്കാണ് എന്റെ ആൾക്കാരാണ് ഇവിടെ നശിച്ചത്, എന്റെ ആൾക്കാരുടെ സമ്പത്താണ് നശിച്ചത്. എന്നിട്ടോ പ്രചരണമോ ഞാനാണ് ഇതൊക്കെ ചെയ്തു തീർത്തതെന്ന്. ഈ വർഗീയ ലഹള കൊണ്ട് ഇനിയും ഒരിക്കലും ഞാൻ ജയിക്കുകയില്ല എന്ന് വളരെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ അൻസാരി എന്നോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ അൻസാരി സാബ് അവിടെ തോൽക്കുകയും BJP അവിടെ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ആ മണ്ഡലം പഴയ ഫൈനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയുടെ മകൻ ആണ് ഇന്ന് ആ മണ്ഡലത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സത്യം മൂടിവെക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനും മൂടിവെക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്നത്തെ പത്രപ്രവർത്തനത്തിലുള്ളത്. സത്യം എവിടെ കണ്ടാലും സത്യത്തിന് വേണ്ടി പോരാടാനായിട്ട് പത്രധർമ്മം അതാണ് ആഹ്വാനം ചെയ്യുന്നത്. ഒരു കാലത്ത് ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ പത്രപ്രവർത്തനം അധികം വർഷം പഴക്കമൊന്നുമായിട്ടില്ല. ഏകദേശം 200 വർഷം മാത്രം പഴക്കമുള്ളൂ. 1818 ആദ്യമായിട്ട് ഭാരതത്തില് ഒരു പത്രം പുറത്തു വരുന്നത്. 1818 അതിനു മുമ്പ് കുറച്ചു മുമ്പ് ഒരു പത്രം ഇറങ്ങിയിരുന്നു, ബംഗാൾ ഗസറ്റ് എന്നൊരു പേപ്പർ. ആ പത്രം ഒരു സ്കാൻഡൽ പേപ്പർ ആയിരുന്നു, അല്ലാതെ ഒരു ന്യൂസ് വാർത്ത ബ്രിട്ടീഷുകാരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു പത്രമായിരുന്നു. പക്ഷെ ശരിയായ ഒരു പത്രം എന്ന പേരിൽ ആദ്യമായിട്ട് പത്രം പുറത്തു വരുന്നത് 1818 ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഉണ്ടായിരുന്ന ഒരു പത്രമായിരുന്നു. അന്ന് ആ പത്രത്തിന്റെ ഏക ധർമ്മം സത്യം പുറത്തു കൊണ്ടുവരിക. അതുകൊണ്ടാണ് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ ധർമ്മം. അതുകൊണ്ട് അന്നത്തെ പത്രപ്രവർത്തകരും പഴയ പത്രങ്ങളൊക്കെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പത്രപ്രവർത്തകനാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി 4 പത്രങ്ങളുടെ എഡിറ്ററായിരുന്നു. എന്ന് തന്നെയല്ല, അദ്ദേഹം നീണ്ട ഇലക്ടഡ് പത്രപ്രവർത്തകരെ എഴുതിയിട്ടില്ല. ഈ ഒരു ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബൈബിളിൽ 12 ലക്ഷം വാക്കുകളാണ് ഒരു ബൈബിളിലുള്ളത്. മഹാത്മാഗാന്ധി അതിന്റെ 100 ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ കൂടി എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം പത്രത്തിൽ അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തനം എന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്നത്തെ പത്രപ്രവർത്തകന് അതല്ല ലക്ഷ്യം. കോർപ്പറേറ്റുകളെ സ്വാധീനിക്കണം, എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഈയിടെ ഞാൻ കേൾക്കുകയുണ്ടായി, ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 340 ടെലിവിഷൻ ചാനലുകളുണ്ട്. അത് ഇപ്പോൾ പുതിയൊരു ചാനൽ വരാൻ പോവുകയാണ്, റിലയൻസിന്റെ, അംബാനിയുടെ. അങ്ങനെ വലിയ ഒരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്ന ഈ രംഗത്ത് സത്യത്തിന് വിലയില്ലാതെയായിത്തീരുന്നു. എങ്കിൽ തന്നെയും നമ്മൾക്ക് ആശ്വസിക്കാവുന്ന മറ്റൊന്ന് സോഷ്യൽ മീഡിയയുടെ വളർച്ചയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാലത്ത്, അതായത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം ഇപ്പോഴത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. അന്ന് ആ നിയമത്തെ BJP എതിർത്തിരുന്നു. പക്ഷെ ആ നിയമം വായിച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ എന്തെങ്കിലും ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്കെതിരെയോ ഒരു വാക്ക് എഴുതിയാൽ ആ നിമിഷം ഈ എഴുതുന്നയാളെ പിടിച്ച് ജയിലിടാൻ ഗവൺമെന്റിന് പവറുണ്ട്. അന്ന് BJP പറഞ്ഞിരുന്നു, BJP ഇതിനെ എതിർത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ആ BJP അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഡൽഹിയിൽ കേജ്രിവാൾ ഇലക്ഷൻ ജയിച്ചപ്പോൾ മിക്ക സോഷ്യൽ മീഡിയയിലും വന്ന ഒരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂൺ ഇതാണ്: കേജ്രിവാൾ ഒരു വേട്ടക്കാരനായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കേജ്രിവാൾ വേട്ട കഴിഞ്ഞിട്ട് തോക്കുമേന്തി വരുമ്പോൾ കയ്യില് ഒരു പുലിക്കുട്ടിയെ ഇങ്ങനെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. ആ പുലിക്കുട്ടിയുടെ ചിത്രം നമ്മുടെ നരേന്ദ്രമോദിയുടെ ചിത്രമായിരുന്നു. അപ്പൊ നരേന്ദ്രമോദിയെ കൊല്ലപ്പെട്ട ഒരു പുലിക്കുട്ടിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ പേരിൽ ഏത് ഫേസ്ബുക്കുകാരനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നാളെ ഗവൺമെന്റ് അതിന് മടി കാട്ടും എന്നുള്ളതല്ല. അപ്പോൾ വിപത്തുകളെ നേരിടാനായിട്ട് പത്രപ്രവർത്തകർക്ക് ധൈര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വരുവാനും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരിക്കൽ കൂടി ഇവിടെ വരുവാനും നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഡൽഹിയിൽ ഞാൻ കേരള ക്ലബ്ബ് എന്നൊരു സംഘടനയുണ്ട്.
കേരള ക്ലബ്ബിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ അതിലൊരു ഭാരവാഹിയാണ്. കേരള ക്ലബ്ബ് കൊണാട്ട് പ്ലേസിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ഓഫീസാണ്. അവിടെ